പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതൊട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. അത് വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലെ സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാന്ന് പറയുന്നത് കണ്ടോ? ആ വാചകം കോട്ടിമാട്ടാണ് അദ്ദേഹം. ഒരാൾ ഇനി കേട്ടോളൂ. ഇനി ഈ മുസ്ലിയാര് ഈ ആരോപണത്തിന് മറുപടി നൽകുകയാണ്. മറുപടി നൽകുമ്പോൾ കേവലം പുസ്തകം മാത്രം വായിച്ചു പോകുകയല്ല. നാളെ ഇനി വന്നിട്ട് അത് ജബ്ബാർ മൗലവി എഴുതിയ വാചകം അങ്ങനെ തന്നെ വായിച്ചു, ആരോപണത്തിന് മറുപടി പറഞ്ഞു എന്നതല്ലാതെ അദ്ദേഹം അത് ശിർക്കല്ല എന്ന് വാദിച്ചിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട. മൂപ്പര് ആ ആരോപണത്തിന് മറുപടി പറയുന്നത് വ്യക്തിപരമായി മൂപ്പര് കൃത്യമായിട്ട് സഹോദരങ്ങളെ ഈ പദം എടുത്ത് മൂപ്പരതായ അഭിപ്രായ പ്രകടനം നടത്തുകയാണ്. എന്നിട്ട് മൂപ്പര് അതിനെ ബന്ധിപ്പിക്കുന്നത് എവിടേക്കാന്നറിയോ? മുൻഗാമികളായ മുജാഹിദ് പണ്ഡിതന്മാര് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാ. അപ്പൊ മൂപ്പരെ വ്യക്തിപരമായ ഒരു ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കലല്ല, മുൻഗാമികളായ മുജാഹിദ് പണ്ഡിതന്മാരുടെ നിലപാടാണ് എന്നും ബോധ്യാകാണ്. അത് അബ്ദുറഹ്മാൻ സലഫി, ഹനീഫ് കായക്കുടിനെയും അനസ് മുസ്ലിയാനെയും വിളിച്ചിട്ട് തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുമ്പോ അതുപോലെ അത് ഏറ്റു പറഞ്ഞ് മാറ്റാൻ തയ്യാറായാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് മാറൂല. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇനി അദ്ദേഹം പറയുന്ന വാചകങ്ങൾ കേട്ടോളി. ഇതൊരു 5 തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇയാള് സക്കരിയ സ്വലാഹി പറഞ്ഞതിനേക്കാൾ അപ്പുറം പറഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്നാൽ ഒന്നും വേണ്ട, തന്നെ ശരിക്കും മനസ്സിലാവും. കേട്ടോളി. വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാന്ന് പറയുന്നത് കണ്ടോ? ആ വാചകം കോട്ടിമാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിന് അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒയ്ബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ട്. ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുവയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ അവിടെ വന്ന് നിന്നപ്പോ അഗീസ് അഗീസ് എന്ന് ചോദിച്ചില്ലേ? അഗീസ് അഗീസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി പറയാം. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും ആരാണ് അർസിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സഹോദരങ്ങളെ, അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പണ്ഡിതന്മാർ ഈ ജിന്ന് വിഷയത്തിലും ഭൗതിക വിഷയത്തിലും അഭൗതിക വിഷയത്തിലും കാര്യകാരണ ബന്ധങ്ങളിലൊക്കെ കൃത്യമായി പറഞ്ഞു പോകുന്ന നിർവചനം അത് അംഗീകരിക്കലാണ് യഥാർത്ഥ മുജാഹിദുകളുടെ നിലപാട്. എന്നാൽ 2012 പുതിയ തൗഹീദ് സ്വീകരിച്ച ആളുകൾ ഈ നിലപാടുകളൊക്കെ ശിർക്കായിരുന്നു എന്ന് പറയുക വഴി ഇവിടെയുള്ള സമസ്തയിലെ പുരോഹിതന്മാർ വരെ നമ്മുടെ തൗഹീദ് ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ പരിഹസിക്കുന്ന ക്യാമ്പയിൻ ഉണ്ടാക്കി. പറയൂ, ഇനി ആരാണ് നിലപാട് മാറ്റിയവർ? ആരാണ് നിലപാട് മാറ്റിയവർ? ഞങ്ങളിവിടെ ജിന്ന് വിവാദം കുപ്രജനങ്ങൾക്ക് മറുപടി ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിന് സമീപം നവമടവൂരിസത്തെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള മറുപടി പ്രസംഗം വെച്ച് അതിനെ കുറച്ച് ഹിൻസ് കൊടുത്തിരുന്നു. അപ്പുറത്തെ പോസ്റ്റൽ ഹിൻസ് ഉള്ളതുപോലെ അത് നല്ല കുറിക്ക് കൊണ്ടിട്ടുണ്ട് ചില ആളുകൾക്ക്. അപ്പൊ പറയുകയാണെന്ന്, ഇവിടെ വരുമ്പോ സാജു തിരങ്ങാടി ഇതിന് മറുപടി പറയണമെന്ന്. ഞാനല്ല മറുപടി പറഞ്ഞപ്പോ അനസ് മുസ്ലിയാരാ പറഞ്ഞത്. ബോധ്യപ്പെടുത്തി തന്നെ ഹനീഫ് കായക്കൊടിയാണ്. എന്ത്? ഒന്നാമത്തെ കൃത്യമായി ബോധ്യപ്പെട്ടില്ലേ? തൗഹീദ് ആദർശത്തെ വികലമാക്കുന്ന
സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ മാറ്റുന്ന ആളുകൾ. ആരാണത് നിലപാടുകൾ മാറ്റിയത്? ഇനിയും നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ മൻഹജ് സലഫ് എന്നത് അറപ്പും വെറുപ്പോടും കൂടി കാണുന്ന ഈ നവമടവൂരികളുടെ വലിയ നേതാവുണ്ട്. അതാര്യങ്ങള് അഷേഖ് അല്ലാമ അബ്ദുറഹ്മാൻ സലഫി. അദ്ദേഹം ഒരു പുതിയ മനഹജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാറിയോ? മൻഹജുൽ അബ്ദുറഹ്മാനിയ. ആ മൻഹജുൽ അബ്ദുറഹ്മാനിയയുടെ സ്ഥാപക നേതാവ് അബ്ദുറഹ്മാൻ സലഫി സക്കരിയ സ്വലാഹി പറയുന്നതിനേക്കാൾ അപ്പുറക്കെ കടന്നു പറഞ്ഞ് ഈ ഇബാദുല്ലാഹീനൂനി എന്ന ഹദീസ് മുൻഗാമികളായ സലഫി പണ്ഡിതന്മാർ വിശദീകരിച്ച പോലെ വിശദീകരിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം ജാമിയയിൽ വന്ന് അതൊക്കെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അതെല്ലാം ഉണ്ടെങ്കിലും ശരി എന്റെ തൊലിക്കട്ടി കൊണ്ടും എനിക്കുള്ള ഈ നാക്കിന്റെ വൈഭവം കൊണ്ടും അതൊക്കെ അടിച്ചൊതുക്കാമെന്ന ആ ചിന്തയോടുകൂടിയോ എന്നറിയില്ല, ഈ ദുർബല ഹദീസും പൊക്കിപ്പിടിച്ച് മുവഹിദുകളെ ശിർക്കാരോപിക്കാൻ കടന്നു വന്ന ആളാണ് സക്കരിയ സ്വലാഹി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചീറുകൾ. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിലപാട് മാറ്റിയ ആളുകളുടെ കൃത്യമായ ദുരന്തം നിങ്ങൾക്ക് നേരിൽ കാണാൻ ആ വിഷയത്തിൽ സക്കരിയ സ്വലാഹി തന്നെ ക്ലിപ്പിട്ട് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. എന്നിട്ട് സുഹൃത്തുക്കളെ ഇപ്പൊ ഞമ്മക്കാ കുറ്റം, ഹദീസും പിടിച്ച് നടക്കാണ്, ഹദീസിന്റെ വ്യാഖ്യാനം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ജാമ്യന് വരാം രാത്രി 12:30 മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ഞങ്ങളെ സംസ്ഥാന സെക്രട്ടറി നമ്മളെ ആളാ. ഇവിടെ വന്നിട്ട് എന്തോ ഒരു നല്ലൊട്ടിയേക്ക് കാസർഗോഡ് വന്നിട്ട് പല കോലമുണ്ട്. രാത്രി 12:30 മുജാഹിദുകളെ മുസ്ലിക്കാക്കാൻ വേണ്ടി കൂടിയ മീറ്റിംഗിൽ മുജാഹിദുകളുടെ സദക്കയും ജകാത്തും കൊണ്ട് നടക്കുന്ന ജാമ്യയുടെ പരിപാവനമായ ക്യാമ്പസിൽ അർദ്ധരാത്രി പാതിരാക്കുറുക്കൻ ഓരിയിടുന്ന നേരത്ത് നിന്ന് കൂവുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നാരാ പഠിപ്പിച്ചെന്നറിയോ? അതിപ്പോ നിങ്ങൾക്ക് കാണാൻ പോവാണ്. ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു. ആ ചോദ്യത്തിന് കേൾപ്പിച്ചു മോനെ. എന്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമായിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവന് ശിർക്കുണ്ടോ എന്നാ ചോദ്യം. അപ്പൊ ഈ കള്ള ഹദീസ് ആരാണ് എന്നെ പഠിപ്പിച്ച മുഹദ്ദീസ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ആ കണ്ടോളി, ആ മുഹദ്ദീസ് ഇപ്പൊ വരും. യാ ഇബാദല്ലാഹ് അഈനൂനി എന്നെ പഠിപ്പിക്കാം എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല, യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. അതൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. ഈ ഹദീസിന് ന്യൂനത ഉണ്ട്. കള്ള ഹദീസ് എന്ന് പറഞ്ഞോ? കള്ള ഹദീസ് റസൂലുള്ളാഹിന്റെ മേൽ കെട്ടിണ്ടാക്കിയ ഹദീസാണ്. ഇപ്പൊ ഇയാള് പറയുന്നത് കള്ള ഹദീസ് പിടിച്ച് കള്ളത്തരം പറഞ്ഞ് എന്നാണ് ന്യൂനത പറഞ്ഞിട്ടുണ്ട്. ഇനി സനദ് നോക്കാതെ തന്നെ പറയാം. സനദ് സഹിയായിട്ട് ലൈഫാകട്ടെ, അത് നോക്കാതെ തന്നെ പറയാം. എന്താണ്? ഒരു പ്രാർത്ഥനയും അതിലില്ല. മണ്ടേരിയോന്ന് പറയണ മാതിരിയുള്ളൂ. മണ്ടേരിയോ ഓടി വരൂ. അവർക്കത് അറിയായിട്ടാണ്. അപ്പം ഇവരൻ മലപ്പുറത്തേരനല്ല. ഓടി വരണേന്ന് പറയുന്ന അതേ ഉള്ളൂ. മനുഷ്യന്മാരെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ പറയില്ലേ?
അതേ അതുപോലത്തെ ഉള്ളൂ. സനത് നോക്കാതെ തന്നെ പറയാം, ഒരു അപാകത അതിലില്ല, ഒരു വിളിച്ചു പ്രാർത്ഥന അതിലില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം, സലഫി ലോകം പണ്ട് മുതൽക്കേ പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, മുൻഗാമികളായ സലഫി പണ്ഡിതന്മാർ ആ ദുർബലമായ ഹദീസിനെ വിശദീകരിച്ചിടത്ത് ആ റിപ്പോർട്ടിൽ ജിന്നും മലക്കുമുണ്ട് എന്നും ആ ജിന്നും മലക്കും കേൾക്കട്ടെ എന്ന് വിചാരിച്ച് ആ ഇബാദത്ത് എന്ന് വിളിച്ചാലും ആ വിളിയിൽ എന്തില്ല, അഭൗതികതയില്ല. ആ ഇബാദത്തിന്റെ പരിധിയിലേക്ക് പോകുന്ന, പ്രാർത്ഥനയുടെ പരിധിയിലേക്ക് പോകുന്ന വിളിയല്ല. അതുകൊണ്ട് തന്നെ ആ ഹദീസിന്റെ മത്തനിൽ ശിർക്കില്ല എന്നായിരുന്നു ഇത്ര കാലവും പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് സഹോദരങ്ങളെ എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോ തങ്ങളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി അത് മാറ്റി. എന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി ഇപ്പൊ ചീറിയത് കണ്ടില്ല നിങ്ങൾ? വിജനമായ മരുഭൂമിയിലെത്തിയാൽ ജിന്നിനെ വിളിക്കാൻ വേണ്ടിയിട്ട്, മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന മുഹദ്ദിസെ പടപാടാണ്. ഈ മുഹദ്ദിസ് ഇത് 19 മിനിറ്റോളം ജിദ്ദയിൽ ചർവണം ചെയ്ത ആളാണ്. ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ കേരളത്തിൽ കൃത്യമായി ക്ലിപ്പിട്ട് കേൾപ്പിച്ചിട്ട് ഇയാളെ ന്യായീകരിക്കാൻ വേണ്ടി നാവ് നീളമുള്ള ഹനീഫ് കായക്കൂടിയും മറ്റു ചില ആളുകളും വന്നിട്ട് പറഞ്ഞു എന്താ അറിയോ, അതൊക്കെ അബ്ദുറഹ്മാൻ സലഫിന്റെ പേരിൽ ആരോപണമാണ്, മൂപ്പർ അങ്ങനെ അവിടെ പറഞ്ഞിട്ടേ ഇല്ല. പല സ്ഥലങ്ങളിലും പലരും പറഞ്ഞു. ഞാൻ അനവധി സ്ഥലത്ത് ക്ലിപ്പിട്ട് വെല്ലുവിളിച്ചു. എന്ത്? അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ പോയി ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന് അബ്ദുറഹ്മാൻ സലഫി മുജാഹിദുകളുടെ മുമ്പിൽ അള്ളാഹനെ സാക്ഷി നിർത്തിയിട്ട് പറയട്ടെ. വലിയ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷി നിർത്തി പറയട്ടെ, ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, അത് എന്റെ പേരിൽ പിന്നെ കൃത്രിമമുണ്ടാക്കിയതാണ് എന്ന് പറയട്ടെ ധൈര്യമുണ്ടെങ്കിൽ. അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് 70,000 റിയാല് നമ്മള് ഇൻഷാ അല്ലാഹ് ജിദ്ദയിൽ നിന്ന് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചു കൊടുക്കാം, ഹലാലായ രൂപത്തിൽ തന്നെ. അങ്ങനെ മൂപ്പർക്ക് ഒരു 70,000 റിയാലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി മൂപ്പര് വെറുതെ കിടന്ന് ഇറങ്ങാറാണ്ട ജിദ്ദയിൽ അവിടെ ഇവിടെയും ഒക്കെ പോയിട്ട് ഞമ്മക്കത് പിരിച്ചു കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടാക്കാം, പക്ഷെ എന്തോ നിങ്ങൾ സമ്മതിക്കുന്നു പറഞ്ഞിട്ട് ഇന്ന് വരെ സമ്മതിച്ചിട്ടില്ല മൂപ്പര്. അപ്പൊ ആരാ നവമടപൂരിസം? ആരാ നവസാമിരികൾ? ആരാണ് ജൂത റബ്ബിമാർ? ആരാണ് ദീനിനെ മാറ്റിമറിച്ചവർ? ആരാണ് ജിന്ന് വിഷയം പറഞ്ഞ് ശിർക്കിലേക്ക് കൊണ്ടുപോയവർ? ചിന്തിക്ക് നിങ്ങള്. അപ്പൊ ഒരു വിരലിങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ സ്വന്തം നെഞ്ചിലേക്കാണ്. മലർന്ന് കിടന്ന് മേപ്പോട്ട് തുപ്പുക എന്ന പരിപാടിയാ ചെയ്തത് സഹോദരങ്ങളെ. അതുകൊണ്ട് ലോക സലഫി പണ്ഡിതന്മാരുടെ പേരിൽ ശിർക്ക് ആരോപിക്കുന്ന വിഭാഗമാണ് ഇവര് എന്ന് നമ്മൾ ഹിൻസിൽ കൊടുത്തത് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ധാരണ ചില ആളുകൾക്ക് ഉണ്ടാവും. കൃത്യമായി നിങ്ങൾ കേട്ടോളൂ. മൂവാറ്റുപുഴ സംവാദത്തിൽ വെച്ച് ഹനീഫ് കായക്കൊടി ഈ ചോദ്യം അങ്ങോട്ട് ചെന്നപ്പോൾ പച്ചയായി സഹോദരങ്ങളെ അത് ശിർക്കാണെന്ന് പറഞ്ഞ് ജബ്ബാർ മൗലവി അടങ്ങുന്ന ആളുകൾ ഈ വിഷയത്തിൽ എഴുതിയത് ശിർക്കാണെന്ന് പറഞ്ഞ് 2012 പുതിയ ഒരു വെളിപാട് അദ്ദേഹം അവതരിപ്പിക്കുക ചെയ്തത്. ആ അവതരിപ്പിച്ചത് പിന്നെ വളരെ അധികം ആത്മാർത്ഥമായും ആവേശത്തോടു കൂടിയും അദ്ദേഹം ചെയ്തിട്ട് അദ്ദേഹം മുസ്ലിയാരോട് പറഞ്ഞു എന്ത്, ഏതായാലും ഈ കാര്യം ശിർക്കാണെന്ന് മാലോകരുടെ മുമ്പിൽ പറയാൻ ഈ സംവാദത്തിൽ നിങ്ങൾ വന്നതുകൊണ്ട് ഒരവസരം നമുക്കുണ്ടായല്ലോ, അൽഹംദുലില്ലാ, അങ്ങക്ക് പ്രത്യേകം നന്ദി. ആ നന്ദി പറഞ്ഞപ്പോ നമുക്കൊക്കെ മനസ്സിലായി ഈ തൗഹീദി പ്രസ്ഥാനം നിലനിർത്താൻ വേണ്ടിയുള്ള ആവേശത്തിലല്ല അദ്ദേഹം നന്ദി പറഞ്ഞത്. മറിച്ച് അദ്ദേഹത്തിന് അബ്ദുറഹ്മാൻ സലഫിയുടെ താല്പര്യമനുസരിച്ച് ആളുകളെ കേരളത്തിൽ ശിർക്കാരോപിച്ച് മുദ്ര കുത്തണം. അതിനുവേണ്ടിയാണ് ബൂട്ടും ഷോക്സും പേടൊക്കെ അണിഞ്ഞ് അദ്ദേഹം സംവാദത്തിന്റെ കളിക്കളത്തിൽ ഇറങ്ങിയത്. ഗോളടിച്ച് ജയിക്കാനല്ല എന്ന് ഞമ്മക്ക് മനസ്സിലായത് മാത്രമല്ല, അവിടെ ഇതിന് അപ്പുറത്തിരുന്ന മുസ്ലിയാക്കന്മാർക്ക് വരെ മനസ്സിലായി. ആ നൗഷാദ് ഹസനി തന്നെ തക്കതായ മറുപടി നൗഷാദ് ഹസനി കൊടുത്തു. അതാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ്, കേട്ടോളൂ നിങ്ങൾ. യാ ഇബാദല്ലാഹി അയ്യൂനി എന്ന് വിളിച്ചാൽ അത് മുവഹിദാന ഷൗക്കാനിയുടെ വാദം, ജബ്ബാർ മൗലവിയുടെ വാദം. പിന്നെ മൂപ്പർക്ക് വലിയ സന്തോഷമായി ഞാൻ ചോദിക്കുമ്പോ, കാരണം സക്കരിയ സലൈനോട് പണ്ടേ മൂപ്പർക്ക് ഭയങ്കര ഉറപ്പാ. അത് അയാളെ പുറത്താക്കാൻ, ജബ്ബാറിനെ പുറത്താക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ, അതിന് മൂപ്പര് നന്ദി പറഞ്ഞതാണ്. തിരിച്ചങ്ങോട്ടും നന്ദി. നിങ്ങളതൊന്ന് പൊളിച്ച് കയ്യിൽ കൊടുക്കണം തന്നെ ഞങ്ങളും വിചാരിച്ചത്. കണ്ടോ? അപ്പൊ പൊളിച്ച് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തു ആര്? ഈ വിഭാഗം നിലപാട് മാറ്റിക്കൊണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഹനീഫ് കായക്കൊടി മൂവാറ്റുപുഴയിൽ വെച്ചുകൊണ്ട് സംസാരിച്ചത് സഹോദരങ്ങളെ പ്രമാണവിരുദ്ധമാണ്. അത് ലോക പണ്ഡിതന്മാരുടെ കൃത്യമായ നിലപാടുകൾക്കെതിരാണ് എന്ന് വ്യക്തമായി ഞങ്ങള് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തലശ്ശേരിയിൽ ഫൈസൽ മുസ്ലിയാർ മുഖാമുഖം സംഘടിപ്പിച്ചു. അവിടെ ഈ കോക്കസിന്റെ കുതന്ത്രങ്ങളിൽ അകപ്പെട്ടു പോയ മൂസ എന്ന് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരൻ, മൂസയെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, പേരോടിനോട്
തൗഹീദിന്റെ ആയത്തുകൾ ഓതി ഉത്തരം മുട്ടിച്ച് മാഹിയില് ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി യുവജന പ്രസ്ഥാനത്തിന്റെ കൂടെ ഈ ആദർശ പ്രസ്ഥാനത്തിൽ അംഗമായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ ആരെയോ ഈ രൂപത്തിൽ വശീകരിച്ചു. അവസാനം പിന്നെ മുഖാമുഖ വേദികളിൽ അദ്ദേഹം പോകാതായി. മുജാഹിദുകൾ സംഘടിപ്പിക്കുന്ന മുഖാമുഖത്തിൽ വരാൻ തുടങ്ങി. എന്നിട്ട് അവിടെ വന്നിട്ട് ഫൈസൽ മൗലവിയോട് ഈ രൂപത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും ചോദിച്ച് സഹോദരങ്ങളെ അവിടെ ആ പവിത്രമായ സദസ്സ് മരീമസപ്പെടുത്തി സമയം നഷ്ടപ്പെടുത്തി അനാവശ്യമായ ചർച്ചയിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ആ CD മുഴുവൻ കേട്ടാൽ മനസ്സിലാവും. തലശ്ശേരിയിലെ മുഖാമുഖം. ഏതായാലും അതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗത്തിൽ ഹനീഫ് കായക്കൊടിയെ ന്യായീകരിച്ച മൂസക്ക് ഫൈസൽ മൗലവി കൊടുക്കുന്ന മറുപടി നിങ്ങളൊന്ന് കേൾക്കണം. അപ്പോഴാണ് മൂവാറ്റുപുഴയിൽ ഇയാളിട്ട ബോംബ് യഥാർത്ഥത്തിൽ ഹിരോഷിമ നാഗസാക്കിയിൽ പണ്ട് അമേരിക്ക ഇട്ടതുപോലെ സഹോദരങ്ങളെ ഒരു വലിയ വിഷവിത്തായിരുന്നു എന്ന് ബോധ്യപ്പെടുക. കേട്ടോളൂ നിങ്ങൾ. അതാണ് പലസ്മുസ്ലിയാർക്ക് പറ്റിയത്. ഇപ്പൊ ലാസ്റ്റ് മൂപ്പര് പറഞ്ഞു ജിന്ന അഭൗതികനാണ്, ഇവിടെ സഹായം അഭൗതികമാണ്, അഭൗതിക സഹായമൊക്കെ കിട്ടും, അപ്പൊ ശിർക്ക് പോയി പെട്ടു. അതാണ് വസിയത്തു ശിർക്കിലേക്കുള്ള വഴി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വഴിയെ നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനത്തെ തോന്നലേ നമുക്ക് വേണ്ട, ചോദിക്കാനേ പോണ്ട. ഭൗതികമായ നേർക്കുള്ള വിളിയാണോ മനുഷ്യന്മാരെ വിളിക്കാം, അദൃശ മാർഗത്തിലാണോ അല്ലാതെ മാത്രം വിളിക്കാം. അല്ലാത്തൊരു വിളി അതിനടുക്ക് നമുക്കില്ല, അനുവദിക്കപ്പെട്ടിട്ടില്ല. അതന്നെയാണെങ്കിലും ചോദിക്കണമെന്നില്ല. ഏതായാലും നിങ്ങൾ പറഞ്ഞു ജിന്നിനോടുള്ള അദൃശ്യമായിട്ടുള്ള ജിന്നിനോടുള്ള എല്ലാ വിളിയും ശിർക്കാണ്, മുസ്ലിം ആവട്ടെ കാഫിറാവട്ടെ അൽഹംദുലില്ലാ. അപ്പോൾ മൂവാറ്റുപുഴ സംവാദത്തിൽ ഇതേ ചോദ്യം ഹനീഫ് കായക്കൊടിയോടും മറ്റും അഹ്സന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ വരികൾ ശിർക്കാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ അതിനെ ചോദ്യം ചെയ്തു. ഇന്ന് നിങ്ങൾ പറഞ്ഞു ജബ്ബാർ മൗലവിയുടെ ലേഖനമാണെങ്കിലും മറ്റും ശരി ശിർക്കു നേരത്തെ പറഞ്ഞത് അപ്പൊ ശിർക്കാണ്. നിങ്ങൾ ഇതാണ് നേരത്തെ പറഞ്ഞ പേരോട് ചോദിച്ച ഞാനൊരു ചോദ്യം നേരത്തെ പറഞ്ഞു. ഒറ്റ മിനിറ്റ്, ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കൂ, എന്റെ ചോദ്യം കേൾക്ക് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ ചോദിച്ചത് ശിർക്കാണോ ശിർക്കല്ലേ? നിങ്ങൾ അതിന് ആ പദം ഉപയോഗിച്ചിട്ട് ശിർക്കാണെന്ന് മൂസന്റെ ചോദ്യത്തിലുണ്ട്, ഉത്തരത്തിലുണ്ട്, പേരോടെ ശൈലിയാണ് നിങ്ങൾ ചെടുത്തത്. പക്ഷെ ഞാൻ ചോദിച്ചു ഈ വരി ശിർക്കാണെന്ന് നിങ്ങൾ ഇവിടെ വെച്ച് അങ്ങനെയാണെങ്കിൽ ഹാലൂരും ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിലോട് ജിന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് പറയാൻ ശിർക്കാണോ ശിർക്കല്ലേ? ഇവിടെ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. മൂസ എന്തിനാ വിളിക്കാൻ പോണത്? ഹാജറാണെന്നോ കാതെന്ന് തോന്നി. അതാണ് ഞമ്മക്കാർക്ക് ഈ കാലം വരെ തോന്നിയിട്ടില്ല ഒരു ജിന്നുണ്ടാകും, ഹാജറായിട്ടുണ്ടാവും, കാതറായിട്ടുണ്ടാവും, ഇത് തോന്നിയിട്ടേ ഇല്ല. അൽഹംദുലില്ലാ, തന്നെ പറഞ്ഞ സാക്ഷാൽ പേരോട് പറഞ്ഞത്. ഇതാണ് സാക്ഷാൽ പേരോടിന്റെ ശൈലി. ഇപ്പൊ കണ്ടു ഞങ്ങള് ഇതാ പറഞ്ഞത്. അപ്പൊ അന്ന് പേരോടിന് ചോദിച്ചപ്പോ പേരോടിന്റെ മേത്തുള്ള ജിന്ന് അവിടെ ഇങ്ങോട്ട് കയറിയില്ല. നാടകം വളരെ ഉഷാറാ അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ മനസ്സിലായല്ലോ എവിടേക്കാണ് ഇവരൊക്കെ ബന്ധം എന്നുള്ളത്. നമ്മൾ വിചാരിച്ചവരെ ഉള്ളത് സാക്ഷാൽ മടവൂരിസേ ഉള്ളൂ. ഇപ്പൊ ഖുറാഫിസ് ഉണ്ട്, മനസ്സിലായി. മടവൂരിസം മാത്രമല്ല ഖുറാഫിസ് ഉണ്ട്. ഒക്കെ പോയിക്കോട്ടെ, എല്ലാം പോയിക്കോട്ടെ, ഒന്ന് പോയ ബാക്കി എല്ലാം പോകും. അത് പൊതുവെ ഈ സൈസിന്റെ സ്വഭാവം അത് തന്നെയാണ്. അപ്പൊ ഏതായിരുന്നാലും ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇവര് കുറച്ച് കാലമായി ഇങ്ങനെ കുറെ സങ്കല്പം ഉണ്ടാക്കി നടക്കുക. എന്നിട്ട് ഓൽക്കഞ്ഞ് ഫത്വ കിട്ടണം, എന്നിട്ട് വേണം ഓൽക്ക് ജിന്നിനെ വിളിക്കാന്. അത് നടക്കൂല. സലഫികൾ ജീവിച്ചിരിപ്പുള്ള കാലത്തോളം ജിന്നേന്ന് വിളിക്കാൻ വകുപ്പ് നമ്മൾ കൊടുക്കണില്ല. എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എങ്ങനെ സങ്കല്പിച്ചാലും വേണ്ടില്ല, ജിന്നിനെ വിളിക്കാൻ വകുപ്പ് ഇല്ല. പ്രമാണം അത് അംഗീകരിക്കാത്ത കാലത്തോളം നിങ്ങൾ വിളിച്ചോളൂ എന്ന് അനസ് മുസ്ലിയാർ പറഞ്ഞ പോലെ പറയാൻ നമ്മൾ തയ്യാറല്ല. അവിടെ അങ്ങനത്തെ ഒരു പൂതിയും വേണ്ട. കുറെ എല്ലാ മുഖാമുഖത്തിലും ഇവരിങ്ങനെ വരിക. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവർക്ക് വലിയ പൂതി ഉണ്ട് ഒന്ന് വിളിച്ചു നോക്കാനേ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പൂതി ശരിയല്ല, ന്യായമല്ല, വിളിക്കാൻ പാടില്ല, ആ വഴിക്ക് ചിന്തിക്കാനേ പാടില്ല, പ്രാർത്ഥനയും പാടില്ല, അല്ലാത്തതും പാടില്ല, ശിർക്കായതും പാടില്ല, അല്ലാത്തതും പാടില്ല, എല്ലാം ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇനി മാത്രമല്ല, എന്താ മൂവാറ്റുപുഴ ഉണ്ടായത്? മൂവാറ്റുപുഴ സംവാദത്തിൽ എന്താ ഉണ്ടായത്? ഇവിടെ മൂവാറ്റുപുഴയിൽ യാഇബാദയാണ് വിഷയം. യാഇബാദ ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് അതിൽ അപൗദികതയുണ്ട്, അത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ് എന്ന് ഹനീഫ് കായക്കൊടി പറഞ്ഞത്. അപ്പോഴാണ് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ജബ്ബാർ മൗലവി മുശ്രിക്കായോ? അപ്പോഴാണ് ഹനീഫ് കായക്കൊടി പറഞ്ഞത്, ജബ്ബാർ മൗലവി എഴുതിയാലും ഷൗക്കാനി പറഞ്ഞാലും നബി പറഞ്ഞാലും ശിർക്ക് തന്നെ. യാഇബാദ എന്നതിൽ അഭൗതിക വിളിയുണ്ട് എന്നത്. ഇവിടെ മൂസ വെച്ചെന്താ? ഭൗതികമായ വിളിയാ, ഭൗതികമായ വിളിയാ. ആ ഭൗതികമായ വിളിയേ ഉള്ളൂ എന്ന് യാഇബാദയെ കുറിച്ച് പണ്ഡിതന്മാരെല്ലാം വിശദീകരിച്ച ഹദീസ്. ആ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് ഹനീഫ് കായക്കൊടി പറഞ്ഞു ഇത് അഭൗതിക വിളിയാണ്.
ഇത് ദുആ ആണ്, ഇത് ശിർക്കാണ്. ആ മറുപടി ആയിരുന്നു ഖുറാഫികൾക്ക് കിട്ടേണ്ടിയിരുന്നത്. കാരണം എന്താ, ഇതിൽ അഭൗതികത ഉണ്ടെന്ന് വന്നാൽ അവരുടെ അഭൗതിക വിളിക്ക് 14 പാരമ്പര്യമായി. ഇസ്തിഗാസ എന്ന് അവർ ഓമനപ്പേരിട്ട് വിളിച്ച അഭൗതിക വിളിക്ക് 14 പാരമ്പര്യമായി ഇതിൽ അഭൗതികത ഉണ്ടെന്ന് വന്നാൽ, അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് അഭൗതികമാണ് എന്നൊരു ഉത്തരം കിട്ടാൻ 200 കൊല്ലമായി ലോക ഖുറാഫികൾ നടക്കുന്നു. 200 കൊല്ലത്തെ സലഫി പണ്ഡിതന്മാരുടെ നാവിൽ നിന്ന് കിട്ടാത്തൊരു ഉത്തരം ഇപ്പോൾ 2012 ഹനീഫ് കായക്കൂടി കൊടുത്തു. അപ്പൊ നൗഷാദിന് പറഞ്ഞു അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി. കാരണം എന്താ, സൈനി ദഹ്ലാൻ ശ്രമിച്ചത് കിട്ടാത്തത്, ശേഷമുള്ള അബ്ദുല്ലാഹി അബ്ശി ശ്രമിച്ചത് കിട്ടാത്തത്, അലവി മാലിക് ശ്രമിച്ചിട്ട് കിട്ടാത്തത്, കാന്തപുരം മുസ്ലിയാർ ശ്രമിച്ചിട്ട് കിട്ടാത്തത്, അവർക്കൊന്നും അന്നത്തെ സലഫി പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടാത്ത ഒന്ന് നൗഷാദ് ഹസനിക്ക് കായക്കുടിയിൽ കിട്ടി. അപ്പൊ നൗഷാദ് ഹസനി പറഞ്ഞു അൽഹംദുലില്ലാഹ് കിട്ടേണ്ടത് കിട്ടി. അപ്പൊ അവിടെയാണ് അബദ്ധം. അത് വേറെ ഇത് വേറെ എന്ന് ഏകദേശം നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇത്തരം ആളുകളാണ് ഇപ്പൊ ജിന്നിന്റെ ആൾക്കാര്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ജിന്നിന്റെ പിന്നാലെ നടക്കുന്നത്? ജിന്നിനെ വിളിക്കണമെന്ന വാശി ആർക്കാ ഉള്ളത്? അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മുഖാമുഖങ്ങളിൽ വന്ന് കുതന്ത്ര ചോദ്യങ്ങളും തർക്ക ചോദ്യങ്ങളുമായി വിഷയങ്ങൾ ആളുകൾക്ക് പഠിപ്പിക്കുന്ന സമയം നഷ്ടപ്പെടുത്തുന്നത് ആരാ? അതൊക്കെ ഇവിടെ കേരള ജനത വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഞങ്ങള് നോട്ടീസിൽ കൊടുത്ത ഹിൻസിലെ വ്യക്തമായി തൗഹീദ് ആദർശത്തെ വികലമാക്കുന്ന, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ മാറ്റുന്ന ലോക സലഫി പണ്ഡിതന്മാരുടെ പേരിൽ ശിർക്ക് ആരോപിക്കുന്ന ഇതിന് മറുപടി കിട്ടണമെന്നാണ് കൃത്യമായി കിട്ടി. ഇനിയിപ്പോൾ ഇതിൽ ബാക്കിയുള്ളത് പ്രമാണം വിട്ട് പ്രമാണിമാരിലേക്ക് നീങ്ങുന്ന സംഘടനയ്ക്ക് വേണ്ടി ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നതാണ്. ഇത് രണ്ടും ഇൻഷാ അല്ലാഹ് പിന്നാലെ വരും. കൃത്യമായി ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നവർ ഇതിനുള്ള മറുപടി കേട്ടുകൊണ്ടിരിക്കുക. ഇനി കാര്യമായി ഇവിടെ സക്കരിയ സലാഹിയെ പറ്റി ഇവർ പറഞ്ഞെന്താ അറിയാം? സക്കരിയ സലാഹി പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന ഒരാൾ, കരക്ക് നിൽക്കുന്ന ജിന്ന്, ആ ജിന്നിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ ജിന്നിനോട് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ അത് ഹറാമാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തൊരു വിളിയായത് കൊണ്ട് അത് ഹറാമാണ്. വസീലത്ത് ശിർക്കുമാണ്, അഥവാ ശിർക്കിലേക്ക് എത്തുന്ന ഒരു വിളിയാണ്. എന്നാൽ ആ വിളി കൊണ്ട് അയാൾ മുശ്രിക്കായി എന്ന് പറയാൻ പറ്റൂല. ഇതാണ് കാര്യമായി ഇട്ടുകൊണ്ട് വിമർശിച്ചത്. അതിന് സക്കരിയ സലാഹി തന്നെ കൃത്യമായി കൊണ്ട് മറുപടി നൽകുന്നുണ്ട്. ആ ക്ലിപ്പ് ഇട്ടുകൊണ്ട് അതൊന്ന് നിങ്ങൾ കേൾക്കുക. എന്നതിന് ശേഷം സക്കരിയ സലാഹിയെക്കാളൊക്കെ കടന്ന് ജിന്നുകളോട് യഥേഷ്ടം ഇടപഴകാം, മലക്കുകളെ വിളിക്കാം എന്ന് പറഞ്ഞ ആൾ ആരാണെന്നും യഥാർത്ഥത്തിലുള്ള അഭിനവ സാമരിയുടെ അല്ലാമത്തുൽ പ്രസിഡന്റ് ആരാണെന്നും നിങ്ങൾക്ക് ഞങ്ങൾ കേൾപ്പിച്ചു തരാം. കേട്ടോളൂ. പുഴയിൽ വീണാൽ ജിന്നുകളെ വിളിച്ച നേരത്തെ വിചിന്തനത്തിൽ എഴുതിയത് കണ്ടില്ലേ? എന്താ സംഭവം എന്നറിയോ? ഇയാളെ പ്രസംഗം കേട്ടിട്ട് ആളുകൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ടാ ചോദിക്ക, സാന്നിധ്യം ഉറപ്പിച്ചാ ചോദിക്ക, ഒരു തെറ്റുമില്ല, അല്ല അഭിപ്രായ വ്യത്യാസമല്ല, കുറ്റല്ല. അപ്പൊ ഒരാൾ പുഴയിൽ വീണാൽ ജിന്നുകളെ വിളിച്ച നേരത്തെ വിചിന്തനത്തിൽ എഴുതിയത് കണ്ടില്ലേ? എന്താ സംഭവം എന്നറിയോ? ഇയാളെ പ്രസംഗം കേട്ടിട്ട് ആളുകൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ടാ ചോദിക്ക, സാന്നിധ്യം ഉറപ്പിച്ചാ ചോദിക്ക, ഒരു തെറ്റുമില്ല, അല്ല അഭിപ്രായ വ്യത്യാസമല്ല, കുറ്റല്ല. അപ്പൊ ഒരാൾ ഓരോ സാങ്കല്പിക, ഇപ്പൊ ഇവരെ യോഗത്തിലൊക്കെ സാങ്കല്പിക ചോദ്യങ്ങളാണല്ലോ. സാങ്കല്പിക ചോദ്യങ്ങൾ ചോദിക്കണേ നമ്മൾ പണ്ടേ കളിയാക്കിയതാ. കയ്യിന്റെ ഉള്ളിനടിയിൽ രോമം വന്ന് മുളച്ചാൽ ഒന്നുണ്ടാക്കുമ്പോൾ തടവണോ കഴുകണോ? ആദ്യം മുളച്ചിട്ട് വേണ്ടേ? അപ്പൊ അതുപോലത്തെ ചോദ്യങ്ങൾ ആ പനസ് മോലി അനീഫ് മോലിയൊക്കെ ചോദിക്കുന്നത്. അതുപോലെ ചോദിക്കാണ് ഒരാൾ പുഴയിൽ വീഴുന്ന സമയത്ത് അയാള് കരയിൽ ആരും കാണുന്നില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ആ പുഴക്കരയില് എന്റെ ഒച്ച കേൾക്കുന്ന പരിധിയിൽ സാന്നിധ്യം ഉറപ്പിച്ചത് ഇയാൾ പറഞ്ഞല്ലോ. ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ജിന്നെ നിന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പാടില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ പുഴക്കരയിൽ ജിന്നുണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഹറാമാണ്, ചോദിക്കാൻ പാടില്ലാത്തതാണ്. അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇയാൾ വിടുന്നില്ല. പിന്നെയും ചോദിക്കുക. ഞാൻ ചോദിച്ചത് ശിർക്കാണോ അല്ലേ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഹറാമാണ്, പാടില്ല, ശിർക്കിലേക്കുള്ള വസീല ചോദിക്കാൻ നബി പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പുഴക്കാരിൽ ഒരു ജിന്നുമില്ല. അങ്ങനെ ശബ്ദം കേൾക്കുന്നത് ജിന്നുണ്ട് വിചാരിച്ച് വിളിക്കാനും പാടില്ല, റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഉസ്താദ് ഞാൻ ചോദിച്ചത് ശിർക്കാണോ അല്ലേ എന്നാണ്. പിന്നെ ചോദിച്ചു ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോണ ശിർക്ക് ഇതൊന്നും പറയാൻ പറ്റൂല. കാരണം അയാൾ പ്രാർത്ഥന അല്ലല്ലോ അയാളെ മനസ്സിൽ. അവിടെ കണ്ടോ പുഴയിൽ വീണാൽ വിളിച്ച ശിർക്കല്ല.
എന്താ വിചിന്തനത്തിൽ എഴുതിയത്? വിചിന്തനത്തിൽ എഴുതിയ വാചകം നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കണം. പാവപ്പെട്ട മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതുകയാണ്. പുഴയിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന വാദം അതിശയകരമാണ്. ഞാൻ ആ പറഞ്ഞ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചെടുക്കും മോനെ. അതാണോ ഞാൻ പറഞ്ഞത്? നാളെ ഈ വിചിന്തനവുമായി ഞാൻ പരലോകത്ത് വരും ഇൻഷാ അല്ലാഹ്. കേൾപ്പിച്ചെടുക്ക്. അഭൗതിക സൃഷ്ടികളല്ലേ, അഭൗതിക സൃഷ്ടികളോട് സഹായം ചോദിച്ചല്ലേ? നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ അഭൗതികം, അദൃശ്യം, കാര്യകാരണ ബന്ധത്തിന് അതീതം, ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ്. അതൊന്നും കണ്ണ് കാണാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ അത് ശിർക്കല്ല. കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, കാരണം കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താണ് അർത്ഥം അല്ല. അത് മാത്രല്ല, അതിനർത്ഥം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനാണ്. മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നത്. മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖ് മരിച്ച ആളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അഖ്സാ ഗായത്തിൽ ഖുദൂഉ വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖ്സാ ഗായത്തിൽ ഖുദൂഉ തദല്ലുൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നിപ്പോ നമ്മൾ എന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ ആ വിളി കൊണ്ടായാലും ഇസ്ലാം നിന്ന് പുറത്തു പോകൂല. കണ്ടോ? ഹറാമാണ്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്, പാടില്ല. പക്ഷെ അയാൾ ഇസ്ലാം നിന്ന് പുറത്തു പോകൂല. അയാളെ മരിച്ച മുശ്രിക്കായി മരിച്ചു എന്ന് ഞാൻ പറയണമെന്നാണ്. അയാളെ മനസ്സിൽ എന്തേ ഉള്ളൂ, ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ കേൾക്കട്ടെ എന്നാ. അങ്ങനെ പാടില്ല, ഹറാമാണ്. ഹറാമായ ഒരു കാര്യം ചെയ്താല് അതിന്റെ ഹുക്കുമ് ചോദിച്ചാൽ ഹുക്കുമ് പറയണ്ടേ? ഒരു അന്യ പെണ്ണിനെ പോയിട്ട് ഞാൻ ചുംബിച്ചു, ഒതു മുറിയോന്ന് ചോദിച്ചു. ഒതു മുറിയാതെ കണ്ടോ അന്യ പെണ്ണിനെ ചുംബിക്കാന്ന് പറഞ്ഞു. എന്താ പിന്നെ അതിന് പറയാ? ചുംബിക്കാൻ പാടില്ല, ഹറാമാണ്. പക്ഷെ ഒതു മുറി ചോദിച്ചാൽ മുറി തരണ്ടേ? ഒരു പെണ്ണിനെ സാധാരണ നിലക്കൊന്ന് തൊട്ടുപോയാൽ ഒന്നും മുറിയില്ല. വികാരത്തോട് കൂടി കെട്ടിപ്പിടിച്ചിട്ട് ഒരു അന്യ പെണ്ണിനെ ചുംബിച്ചാൽ ഒന്നു മാത്രം മുറിയ. അപ്പൊ നോക്കിങ്ങൾ എല്ലും മുറിയില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, അത് ഫത്വ കൊടുത്തതിന്റെ പേരില് അയാൾ പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ഫത്വ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഞാനത് ഹറാമാണ്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണെന്ന് പറഞ്ഞിട്ട് പുഴയിൽ പ്രാണരക്ഷാർത്ഥമുള്ള ജിന്നെ സഹായിക്കണേന്ന് വിളിക്കാന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചിന്തനത്തിൽ അച്ചടിച്ചു വിട്ടിരിക്കുകയാണ്. കണ്ടോ? പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിച്ച് സഹായം തേടി, അതാണ് ഇപ്പോൾ പറഞ്ഞ് സഹായതേട്ടയിലുണ്ടോ? ഈ ബാക്കി കേൾപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം എന്താ? ഇവിടെ എന്റെ ഒച്ച കേൾക്കുന്നത് ഇപ്പരിധിയിലുണ്ട് എന്നാണ് അയാളെ മനസ്സിലുള്ളത്. അപ്പോ മനസ്സിൽ അഖ്സാ ഗായത്തിൽ ഖുദൂഉ തദല്ലുൽ വരുന്നില്ല. ഇപ്പൊ അഖ്സാ ഗായത്തിൽ ഖുദൂഉ തദല്ലുൽ കളിയാക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കളിയാക്കി, നിങ്ങളെ തൗഹീദ് അടിമ പൊളിച്ച് തകർത്ത് ആദ്യം ഉണ്ടാക്കണം നിങ്ങളെ തൗഹീദ്. അഖ്സാ ഗായത്തിൽ ഖുദൂഉ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് സക്കരിയ സ്വലാഹി തന്നെ വിശദീകരിക്കുന്നത് കേൾപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇത്രയാണ് കൊപ്രക്കളം CD-യിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളൂ. സത്യത്തിൽ ഇവരുടെ ഈ കുതന്ത്ര ചോദ്യങ്ങൾ, ഇവര് വികലമായ ഒരുപാട് ആദർശങ്ങൾ ഇതിന്റെ പേരിൽ നിലനിൽക്കാൻ വേണ്ടി അടിച്ചുവിട്ടപ്പോൾ അതിൽ സംശയിച്ചിട്ടോ അല്ലെങ്കിൽ കുതന്ത്രത്തിലോ മംഗലാപുരത്തുനിന്ന് ഒരു ചോദ്യകർത്താവ് ചോദിച്ചതാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥന മനസ്ഥിതി വരുന്ന വിളി പുഴയിലാകട്ടെ കടലിലാകട്ടെ ഏത് സ്ഥലത്താകട്ടെ വിളിച്ചാൽ അത് ശിർക്കാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനാ മനസ്ഥിതി വരുന്ന വിളി ജിന്നിനോടായാലും മലക്കിനോടായാലും മനുഷ്യനാണായാലും ശിർക്കാണ് എന്ന് ആദ്യം മറുപടി പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല, അഭൗതിക വിശ്വാസമൊന്നുമില്ല, ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു ജിന്നുണ്ട് എന്ന് ഞാൻ സാന്നിധ്യം ഉറപ്പിച്ചിട്ടാണ് വിളിക്കുന്നത്, അങ്ങനെ വിളിച്ചാലോ? അപ്പൊ പണ്ഡിതോചിതമായി അദ്ദേഹം അതിന് മറുപടി നൽകി. അത്രേ ഉള്ളൂ. ഇത് വലിയ ആനത്തലാക്കിയിട്ട് സക്കരിയ സ്വലാഹിക്ക് കണ്ടോ പഴച്ച വാദം, ജിന്നുകളെ വിളിച്ചു തേടാം എന്ന് വാദിക്കുന്നുണ്ട്. എന്നാ സക്കരിയ സ്വലാഹി അതിന്റെ ഹുക്കുമ പറഞ്ഞ ആ സ്വലാഹിക്ക് ജിന്നുകളോട് തേടാം, ജിന്നുകളോട് സഹായം അഭ്യർത്ഥിക്കാം എന്ന വാദം ഉണ്ടോ? ഇല്ല സഹോദരങ്ങളെ. അത് വ്യക്തമായി മുജാഹിദുകളുടെ ചോദ്യശരങ്ങൾ കടന്നു വന്നപ്പോൾ ഹക്ക് വെളിപ്പെടുത്തി. എവിടുന്ന്? തിരുവനന്തപുരം മുഖാമുഖത്തിൽ മുജാഹിദുകൾ വളരെ ആത്മാർത്ഥമായി ഈ ശിർക്കാരോപണമായി നടക്കുന്ന ആളുകളോട് ചോദിച്ചു. അങ്ങനെ സക്കരിയ സ്വലാഹിക്ക് ഒരു വാദമില്ല,
നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അബ്ദുറഹ്മാൻ സലഫി, മനസ്സ് മുസ്ലിയാരും നിങ്ങളും മുൻഗാമികളായ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറത്ത് സക്കരിയ സ്വലാഹി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഹനീഫാക്കുടിക്ക് മനസ്സിലായി ഇവിടുന്ന് നല്ല കോലത്തിൽ ഇനി പോകാൻ പറ്റൂല. അപ്പൊ അവസാനം എന്ത് ചെയ്തു? കുടുങ്ങിയാൽ ശൈത്താൻ സത്യം പറയുന്നു പറഞ്ഞ പോലെ കുടുങ്ങിയ സമയത്ത് സ്വലാഹിയെ പറ്റി കൃത്യമായിട്ട് വിശദീകരണം കൊടുത്തു. പക്ഷെ കൊടുക്കുന്ന ആൾ ഹനീഫ് കാക്കുടിയാണല്ലോ, അബ്ദുറഹ്മാൻ സലഫിന്റെ കൂടെ കുറെ കാലം നടന്ന ആളാണല്ലോ. ആ കുതന്ത്രം ശരിക്കും പഠിച്ച ആളായതുകൊണ്ട് ഒരു ചെമ്പ് പായസത്തിൽ ഒരു തുള്ളി വിഷമിടുക എന്ന് പറഞ്ഞ പോലെ അവസാനത്തിൽ രക്ഷപ്പെടുമ്പോ ഒരു ചെറിയ തീപ്പൊരി ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചിലായി. അതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് മറുപടി വേറെ കൊടുക്കാം. ആദ്യം നിങ്ങൾ ആ കുംഭസാരെന്ന് കേട്ടോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. കണ്ടോ, ഇതാണ് സഹോദരങ്ങളെ ആശയക്കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞത്. അവിടെ വെച്ച് വ്യക്തമായി അദ്ദേഹം വിരലിൽ എണ്ണി തസ്ബീഹ്മാല പിടിക്കണ മാതിരി വാദമില്ല. അവസാനം അപകടകരമായ വാദം, മുന്നിൽ വന്ന ജിന്ന് ആ ജിന്നിന്റെ കൈവിൽപ്പെട്ടൊരു കാര്യം ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന വാദം സക്കരിയ സ്വലാഹിക്കില്ല. അപ്പോഴും സ്വലാഹിക്ക് അനുവദനീയ എന്നുള്ള വാദം ഉണ്ട് എന്ന് പറഞ്ഞോ? ഇല്ല, അത് ഹറാമാണ്, വസീലത്ത് ശിർക്കാണ് എന്ന വാദമാണ് സക്കരിയ സ്വലാഹിക്ക്. ശിർക്കാണെന്ന വാദമില്ല. എന്താ ശിർക്കാണെന്ന് ആൺകുട്ടികളെ പോലെ പ്രഖ്യാപിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഈ ആൺകുട്ടികളൊക്കെ എവിടെ ഇരുന്ന് കുറച്ച് മുമ്പ് തിരുവനന്തപുരത്തൊരു മുഖാമുഖം സംഘടിപ്പിച്ചു. ആ മുഖാമുഖത്തിൽ ഇതുപോലെ തന്നെ ഈ ആരോപണങ്ങളുമായി ഒരു മടവൂരി കടന്നു വന്നപ്പോൾ സക്കരിയ സ്വലാഹിയോട് ചോദിച്ചതിനേക്കാൾ അപ്പുറത്ത് വളരെ ലളിതമായ ഒരു ചോദ്യം. ഏത്? ഇങ്ങനെ വളച്ചും തിരിച്ചൊന്നും ചോദിച്ചിട്ടുള്ള പ്രയാസമൊന്നുമില്ല, നേർക്ക് നേരെ ശിർക്ക് എന്ന് മറുപടി പറയാൻ പറ്റുന്ന ഒരു ചോദ്യം. എന്താ ചോദ്യം? ജിന്നുകളോട് ശിർക്കാകാത്ത തേട്ടമുണ്ടോന്നാണ്. ശിർക്കാകുന്ന തേട്ടം ഞങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അഥവാ പ്രാർത്ഥന അത് ഏത് സിട്ടിനോട് നടത്തിയാലും ശിർക്കാണെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാൽ ജിന്നുകളോട് ശിർക്കാകാത്ത തേട്ടമുണ്ടോന്നാ. എന്താണ് സഹോദരങ്ങളെ അനസ് മുസ്ലിയാരുടെ വായിൽ നിന്ന് വരേണ്ടിയിരുന്ന മറുപടി? ജിന്നിനോടുള്ള ഏത് സഹായത്തോട്ടും ശിർക്കാണ് എന്നാ. എന്നാ സഹോദരങ്ങളെ, അത് മുൻഗാമികളായ പണ്ഡിതന്മാര് മുത്തലക്കൻ ശിർക്കാണെന്ന് പറയാത്തൊരു കാര്യം എന്തേ സഹോദരങ്ങളെ അന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്തേ അന്ന് പറയാതിരുന്നേ? അപ്പൊ അന്ന് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതോചിതമായി കൃത്യമായിട്ടാണ് മൂപ്പര് മറുപടി പറയുന്നത്. അപ്പൊ സക്കരിയ സ്വലാഹിയുടെ അപകടകരമായ വാദം അനസ് മുസ്ലിയാരെക്കാൾ കൂടുതലല്ല, അനസ് മുസ്ലിയാരെക്കാൾ എത്രയോ താഴെയാണ്. അനസ് മുസ്ലിയാർ അലുവത്ത് നിന്ന് ലാഘവത്തോടു കൂടി ജിന്നിനോട് യഥേഷ്ടം ഇടപഴകാം, അതിൽ അഭൗതികതയില്ല, ശിർക്കില്ല, ഒരു അപാകതയും ഇല്ല എന്ന് മറുപടി നൽകുന്നത് കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. സഹോദരങ്ങളെ, ഇതുവരെ അദ്ദേഹം മടവൂരികൾക്ക് മറുപടി നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ മുണ്ടത്തിന്റെ പുസ്തകമാണ് വായിക്കുന്നത്. അതെന്തിനാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും. തെറ്റിദ്ധരിപ്പിക്കല്ല, ഈ മറുപടിക്ക് അദ്ദേഹം കൃത്യമായി പിൻബലമേകാൻ വേണ്ടിയിട്ടാണ് ചെറിയ മുണ്ടത്തിന്റെ വാദം വായിച്ചത്. മൂപ്പരുടെ ഈ വിഷയത്തിൽ നിലപാടെന്താ?
അത് മൂപ്പര് ഉദാഹരണ സഹിതം വ്യക്താക്കി കൊടുക്കുക. അത് ചെറിയ മുണ്ടത്തിന്റെ വാചകമല്ല. നാളെ ഇനി വന്നിട്ട് ഏതെങ്കിലും ടിൻറ്റുമോനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ആളുകളൊക്കെ അനസ് മുസ്ലിയാർ വരൂലെന്ന് നമുക്ക് ഉറപ്പാണ്, 100% ഉറപ്പുണ്ട്. കാരണം മൂക്കയറിട്ട് വലിച്ചാൽ മൂപ്പര് വരൂല, ഒറ്റ റെഡിമേഡ് പ്രസംഗം കാച്ചിയപ്പോഴുള്ളൂ. അതുകൊണ്ട് കോക്കസിനോട് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ ബോബനെ കൊണ്ടുവരാ അല്ലെങ്കിൽ മോളിനെ കൊണ്ടുവരാ. ബോബന് മോളി തന്നെ ആരാ? ഹനീഫ് കായക്കൂടി അനസ് മുസ്ലിയാരും. രണ്ടാളുകളാണല്ലോ ഇപ്പൊ കേരളത്തില് അബ്ദുറഹിമാൻ സലഫിന്റെ മൈക്കയായി രംഗത്ത് വരുന്നത്. ഇതെന്റെ വാചകമല്ല കേട്ടോ, ഞാൻ മോശ പദപ്രയോഗം നടത്തി എന്ന് പറയരുത്. അനസ് മുസ്ലിയാർ സലാം സുല്ലമിയുടെ വികലവാദങ്ങളെ കേരളത്തിൽ ചവച്ചു തുപ്പിയ കരിമ്പിലാക്കലിനെയും അരിമദനെയും പരാമർശിച്ച പദാണെന്ത്? സലാം സുല്ലമിയുടെ മൈക്കകളിൽ നിന്ന്. ഇന്നിപ്പോ അയാള് ഈ വാദം കടമെടുത്ത അബ്ദുറഹിമാൻ സലഫിന്റെ മൈക്കകളാണ് ഹനീഫ് കായക്കൂടിയും അനസ് മുസ്ലിയാരും. അതുകൊണ്ട് ആ അനസ് മുസ്ലിയാരാകുന്ന ഹനീഫ് കായക്കൂടിയാകുന്ന ബോബന് മോളിയിൽ ഏതെങ്കിലും ഒരാൾ ഇവിടെ വരണം, അല്ലാതെ ടിൻറ്റുമോനെ വിടരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കൃത്യമായി ഇവിടെ നിങ്ങൾ വിശദീകരിക്കുകയാണ്. അനസ് മുസ്ലിയാർ മൂപ്പരുടെ നിലപാട് പറയുന്നത് കേട്ടോളി. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്നെ സുഖമാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. കൃത്യമായി കേട്ടില്ല നിങ്ങള്? ഒരു ജിന്നിങ്ങനെ വരികയാണ്, ആ ജിന്നുമായിട്ട് ഇടപഴകാൻ ഒരു അവസരം കിട്ടി. അപ്പൊ അനസ് മുസ്ലിയാർ പറയുകയാണെന്ത്? അനസ് മുസ്ലിയാരുടെ കൂട്ടുകാരനായ ജിന്നിനോട് എന്തൊക്കെയുണ്ട് ജിന്നെ, സുഖാണോ? അതിൽ അഭൗതികതയില്ല, അപാകതയില്ല, ശിർക്കില്ല. അപ്പൊ ജിന്ന് സുഹൃത്ത് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്, എന്തൊക്കെയുണ്ട് മുസ്ലിയാർ നിങ്ങളുടെ അവസ്ഥ? ഒരുപാട് കാലം ഖുറാഫിയായി നടന്നതല്ലേ, പിന്നെ നിങ്ങൾ ഈ തൗഹീദ് പ്രസ്ഥാനത്തേക്ക് വന്ന് നിങ്ങളെ കാണാൻ തന്നെ വയ്യായിരുന്നു. കാരണം ഘോരഘോരം ആദർശ വേദിയിൽ നിങ്ങൾ തിളങ്ങി നിന്നിരുന്നല്ലോ. ഇപ്പൊ നല്ല കണ്ണുമൂറൊക്കെ നല്ല തുടിപ്പുണ്ടല്ലോ, നല്ല നല്ല വസ്ത്രവും വേഷങ്ങളൊക്കെ ആണല്ലോ, കയ്യിലൊക്കെ അടിപൊളി സംവിധാനങ്ങളാണല്ലോ. അതെ, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ കാര്യമായിട്ടുള്ള പണി മുവഹിദുകൾക്ക് നേരെ ശിർക്ക് ആരോപിച്ച് നടക്കലാണ്. സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇപ്പൊ വളരെ അൽഹംദുലില്ലാഹ് റാഹത്താണ്, നല്ലൊരു വണ്ടിയൊക്കെ ഉണ്ട്, വീടും സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നിങ്ങനെ അനസ് മുസ്ലിയാർ തന്റെ ജിന്ന് സുഹൃത്തിനോട് സംസാരിച്ചാൽ അതിൽ അഭൗതികതയില്ല, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, ആ ചോദ്യം ശിർക്കുമല്ല. അലുവതെന്ന ലാഘവത്തോടു കൂടി അയാൾ ഫത്വ കൊടുത്ത്. ഇനി നമ്മളോടൊരു ചോദ്യം എന്ത്? നിങ്ങളെ ഈ പഴച്ച വാദത്തിന് ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുണ്ടോ എന്നാ? നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം ഈ പഴച്ച വാദത്തിന് നിങ്ങൾ എവിടുന്ന ഖുർആൻ ഓതിയേ? ആ ആയത്തന്നെ ഞങ്ങൾക്ക് ഓതാളേ. കേട്ടോളി മുപ്പര് ആയത്തോതിന്. ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്നെ സുഖമാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു, ജിന്നുകളെ കൊണ്ട് പല പണി എടുപ്പിക്കുന്നു, ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ഈ ആയത്തേതാ? ഇത് ഷിയാക്കളെ ഖുർആൻ ഓതിയതാ? ആ ഷിയാക്കളെ ഖുർആൻ അല്ലല്ലോ, ഇത് ഓതിയത് അള്ളാഹുവിന്റെ റസൂൽ അവതരിപ്പിച്ച ഖുർആൻ തന്നെയാണ്, അല്ലേ? അതന്നെ ഞങ്ങൾ ഓതിയിട്ടുള്ളൂ. ആ ആയത്ത് അന്ന് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിന്റെ കാരണം യഥാർത്ഥത്തില് തെളിവില്ലാത്തത് കൊണ്ടല്ല, ഭൗതിക ലാഭം കയ്യിൽ വരുമ്പോൾ പരലോകം മറക്കുമ്പോൾ അങ്ങനെയൊക്കെ കണ്ണ് മഞ്ഞളിച്ചു പോകും. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. നിങ്ങൾ ഈ ആദർശ വേദിയിലേക്ക് കടന്നു വരി, നിങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് ഈ പ്രമാണിമാരുടെ പിന്നാലെ പോയി ഏതാനും ചില കോക്കസിന്റെ താല്പര്യത്തിന് എന്തിനാണ് മുസ്ലിയാരെ പരലോകം നഷ്ടപ്പെടുത്തുന്നത്? ഏതായാലും നിങ്ങൾ വഴിതെറ്റി, നിങ്ങൾ എന്തിനാ ഈ കോക്കസിന്റെ പിന്നാലെ വരുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇത് അവസാനിപ്പിച്ചുകൂടെ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ ജനമധ്യത്തിൽ ഞങ്ങൾ വിചാരണ ചെയ്യും. ഇനി സഹോദരങ്ങളെ, ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കാണോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഷിർക്കാണെന്ന് പറയുന്ന KJU ഫത്വ പറഞ്ഞത്, അല്ലേ? ആ ഫത്വയാണ് എനിക്കിപ്പോ ബോധ്യപ്പെട്ടതെന്നാ. എന്നാ ഈ അനസ് മുസ്ലിയാര് പറയുന്നത് എന്താ? ഒറ്റയടിക്ക് ഷിർക്കാണെന്ന് പറയാൻ പറ്റൂലെന്നാ. അവിടെ സക്കരിയ സ്വലാഹി നോക്കിയ പോലെ ഹുക്ം നോക്കണം, വിളിക്കുന്നവന്റെ മനസ്ഥിതി നോക്കണം, ഇതൊക്കെ വേണമെന്നാണ്. ഞാനല്ല പറയുന്നത്, മുസ്ലിയാരാ പറയുന്നത്. കേട്ടോളി. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോ അതിങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും. അപ്പൊ ഞാൻ അത് പരിഗണിക്കണം, ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ് ഞാൻ നോക്കണം. അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക.
ഇനി എന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, അതിനനുസരിച്ച് ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ചോദ്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല. സഹോദരങ്ങളെ, അന്ന് അയാൾക്ക് മേപ്പൂരുണ്ടായിരുന്നു, അപ്പൊ തീപ്പൊരി പേടിയായിരുന്നു. ഇന്ന് അയാൾക്ക് മേപ്പൂരല്ല, അതുകൊണ്ട് തീപ്പൊരിയും പേടിയില്ല. അന്ന് അയാൾ ഒറ്റടിക്ക് ശിർക്കാണെന്ന് പറയാതെ ഹുക്മ് നോക്കി എന്തിനാ? അന്ന് പരലോകത്ത് കുറച്ച് ഭയം ഉണ്ടായിരുന്നു. അള്ളാന്റെ മുമ്പിൽ പോണല്ലോ, നിൽക്കണല്ലോ, ഖുറാഫാത്ത് ഇങ്ങോട്ട് വന്ന് തൗഹീദ് പറയാനാണല്ലോ. ആ ബോധം ദുനിയാവ് കിട്ടിയപ്പോ മറന്നു. അപ്പൊ പിന്നെ മേപ്പരല്ലോ എനിക്കല്ലേ തീപ്പൊരി പേടി, ചാത്തപ്പൻ എന്ത് മത്സര, ഇപ്പൊ മൂപ്പൻ അടിച്ചു പൊളിച്ചു പോവുക. അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. അതിന് ഞങ്ങളൊക്കെ ഒപ്പം നിന്ന് കൊടുക്കണമെന്നാ, നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. കാരണം ഞങ്ങൾ കെട്ടിത്തന്ന വേദികളിൽ മുൻഗാമികളായ പണ്ഡിതന്മാരെ കിതാബ് ഉദ്ധരിച്ച് ഞങ്ങൾ പറഞ്ഞത് എന്ത്? ഷൗക്കാനിയുടെ കിതാബ് ഉദ്ധരിച്ച് മലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഖാഫി അള്ളയല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മറഞ്ഞവരോടുള്ള സഹായത്തേട്ടം, മരിച്ചുപോയവരോടുള്ള സഹായത്തേട്ടമാക്കിയപ്പോൾ അനസ് മുസ്ലിയാർ ഗംഭീരമായി കൊടുത്ത മറുപടി ആർജവത്തോടു കൂടി കേട്ടോളിങ്ങൾ. അങ്ങനെ വരുമ്പോഴാണ് അതേ ഷൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ഷൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷെ മലക്കിനെ കാണുന്നില്ല. ഏതാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദം. സഹോദരങ്ങളെ, ഹാജറ റളിയല്ലാഹു അൻഹയുടെ സംഭവം അദ്ദേഹം തന്റെ താല്പര്യത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്യാണ്. കാരണം അയാളെ മനസ്സിലുള്ള വിശ്വാസം എന്താ അറിയോ? മലക്കിനോട് സഹായം തേടാമെന്നാണ്. അതിനുവേണ്ടി ഹാജറ റളിയല്ലാഹു അൻഹ ജിബ്രീലിനോട് തേടി. എവിടെ ഹദീസിലുള്ളത്? ഹാജറ റളിയല്ലാഹു അൻഹ ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിന്റെ കയ്യിൽ വല്ല ഖൈറുണ്ടെങ്കിൽ എനിക്ക് തരൂന്നാ പറഞ്ഞത്. അത് ജിബ്രീലാണെന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഹാജറ റളിയല്ലാഹു അൻഹ ഓടേണ്ട ആവശ്യം? ഒറ്റടിക്ക് ജിബ്രീലേന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ പോലെ. അപ്പൊ ജിബ്രീലാണ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ് എന്ന് മനസ്സിലായിട്ടല്ല ഹാജറ അല്ലാഹുവിനെ തേടിയത്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടതെന്നത് നമുക്കെങ്ങനെ മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പൊ തന്റെ കയ്യിലുള്ള വികല വിശ്വാസം എന്താ? ഈ നവസാമരിയുടെ കയ്യിലുള്ള വിശ്വാസം എന്താ? ഈ ജൂത റബ്ബിയുടെ പ്രസിഡന്റായ ഇവന്റെ വിശ്വാസം എന്താ? മലക്കുകളോട് തേടാന്നാ. ആ വിശ്വാസം പഴച്ച ഖുറാഫാത്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ അത് കുത്തിവെച്ച് രണ്ടാമത് ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി നിങ്ങൾ മാറിയിട്ട് നിങ്ങൾ ആ വിശ്വാസം മുഴുവൻ ഞങ്ങളെ പേരിൽ ആരോപിക്കുക. വിടുവോ ഞങ്ങള്? കേട്ടോളികൾ മൂപ്പര് പറയുന്ന മലക്കിനോട് ചോദിക്കാം. ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ശബ്ദം കേൾക്കുന്നിടത്ത് മലക്കുണ്ട്, ജിന്നുണ്ട് എന്ന് സാന്നിധ്യം ഉറപ്പിച്ച ഒരാൾ ചോദിച്ചാൽ അത് ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. സക്കരിയ സ്വലാഹി പറഞ്ഞതോ ഹറാമാണ്, വസീലത്ത് ശിർക്കാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല, ഒരിക്കലും പാടില്ല. ഇയാൾ പറയാണ് തെറ്റല്ല, കുറ്റകരമല്ല. ഇപ്പൊ ആരാ ഏറ്റവും വലിയ ശിർക്ക് പ്രചാരകൻ പല ഭാഷയിൽ? അപ്പൊ ഇവിടെ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ മുസ്ലിയാർ ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സമുദായത്തിൽ ഇയാൾ ബഷലാകുന്നൊരു ബഷലാകല് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാൾക്കും സംഭവിച്ചിട്ടില്ല. ഇത്രത്തോളം മാനക്കേട്. കാരണം എന്താ? ഈ മനുഷ്യൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ മുജാഹിദ് പണ്ഡിതന്മാർ വിശദീകരിച്ച ആദർശമൊക്കെ പറഞ്ഞ് അനുകൂലിച്ച ആളാണ്. ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫിയും കോക്കസും വിലക്കെടുത്തപ്പോ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോ മാറ്റി പറയാണ്. അപ്പോ മലർന്നു കിടന്ന് മുകളിലേക്ക് തുപ്പിയാൽ സ്വന്തം ചിറിയിലേക്ക് തുപ്പലം വീഴുന്ന പോലെ, ബൂമറാങ് തന്റെ മണ്ടയിൽ തിരിച്ചടിക്കുന്ന പോലെ
മുസ്ലിയാരുടെ വൈരുദ്ധ്യങ്ങളുടെ കലവറ ഒന്ന് നിങ്ങൾക്ക് കേൾക്കാം. കാരണം എന്താ അറിയോ, മൂപ്പര് ഇവിടെ സക്കരിയ സലാഹിന്റെ കുറച്ച് വൈരുദ്ധ്യങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. വരുത്തി തീർക്കൽ എങ്ങനെയൊക്കെയാണ് കൊള്ളൂ, ഞങ്ങൾ വരുത്തി തീർക്കല്ല, വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലാടുന്നത്. കണ്ടോളൂ അദ്ദേഹത്തിന്റെ ചില വൈരുദ്ധ്യങ്ങൾ. അതിനു മുമ്പും അത് ഈ നിങ്ങൾ നോക്കിക്കോ, എന്റെ ക്ലിപ്പുകൾ ഞാൻ മടവൂരികൾക്ക് മറുപടി പറയുന്ന ക്ലിപ്പുകൾ എടുക്കും. ജബ്ബാർ മൗലവിയുടെ പകൽ വെളിച്ചം വായിക്കുമ്പോൾ നമ്മൾ ചെറിയ മുണ്ടത്തിന്റെ ബുക്ക് വായിച്ച് മറുപടി പറയുന്ന ക്ലിപ്പുകൾ പലയിടത്തും ഇടാറുണ്ട്. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം, ആ സീഡികൾ ഓരോന്നും ഇരുന്നിട്ട് അതിൽ വ്യക്തമായി തന്നെ ജിന്നോട് സഹായം തേടി ശിർക്കാണെന്ന് പറയാതെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? പക്ഷേ ഈ അടുത്ത സമയത്താണ് ചിലർ ഇത് വിഷയം തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നമ്മൾ അന്നേ ശ്രദ്ധിച്ചു പോരുന്നുണ്ട്. ഇപ്പോഴാണ് ചിലപ്പോ ഈ പറയുന്ന 2011 2012 ആയപ്പോഴേ ചിലർ ഈ വിഷയം തന്നെ ശ്രദ്ധിക്കണത്. അപ്പോ ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത്, അല്ല നമ്മൾ നേരത്തെ പറയുന്നത് നിങ്ങൾ കേട്ടില്ല, അതാ വിഷയോ. ഞാൻ ചോദിച്ചത്, ജിന്നോട് സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ല നേട്ടവുമുണ്ടോ? അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോ ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത്, അല്ല നമ്മൾ നേരത്തെ പറയുന്നത് നിങ്ങൾ കേട്ടില്ല, അതാ വിഷയോ. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? അപ്പോ ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത്, അല്ല നമ്മൾ നേരത്തെ പറയുന്നത് നിങ്ങൾ കേട്ടില്ല, അതാ വിഷയം. കണ്ടില്ലേ സഹോദരങ്ങള്, ഇതൊക്കെ ഈ മുസ്ലിയാര് ഒരേ വ്യത്യസ്തമായ വേദികളിൽ പറഞ്ഞിട്ടുള്ള വൈരുദ്ധ്യങ്ങളുടെ മാലപ്പടക്കാണ് ഈ പൊട്ടിയത്. ഇയാൾ ഈ സമുദായത്തിൽ ഈ രൂപത്തിൽ അപമാനപ്പെടാൻ കാരണം എന്താ അറിയോ? ഞാൻ പറഞ്ഞല്ലോ, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിലപാട് മാറ്റിയതാണ്. അതുകൊണ്ട് ഇയാൾ എത്രത്തോളം നികിട്ടവും നിന്ദ്യവുമായ പ്രവർത്തനം നടത്തുന്നു എന്ന് ചോദിച്ചാൽ, സ്വന്തം ഗോതയിൽ ഒരുമിച്ച് തൗഹീദി പ്രബോധനം നടത്തിയ ആളുകളെ, സഹോദരങ്ങളെ, തൻ്റെ വാദത്തിന് എതിരാണ്, അല്ലെങ്കിൽ താൻ ഉൾക്കൊള്ളുന്ന കോക്കസിന് എതിരാണ് ഇവർ എന്നതുകൊണ്ട് അവർക്കെതിരെ ഇപ്പോൾ നീതിബോധമില്ലാത്ത ആഞ്ഞടിയാണ് നടത്തുന്നത്. എങ്ങനെ? ഈ അനസ് മുസ്ലിയാർ ഒരിക്കൽ പിന്നെ